G40 Fusion എന്ന് പറയുന്നൊരു ഫോണാണ്. തുറന്നു നോക്കാം. തലതിരിഞ്ഞായിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. Snapdragon 732G ചിപ്സെറ്റൊക്കെ വരുന്നൊരു ഫോണാണ്. Qualqumm Snapdragon. പിന്നെ 6.8 ഇഞ്ച് LCD ഡിസ്പ്ലേ, IPS LCD ഡിസ്പ്ലേ. ഇതെൻ്റെ ചാർജിങ് കേബിളാണ്, USB-C ടൈപ്പ്. അതിനൊരു പവർ അഡാപ്റ്റർ ഉണ്ട്, 20 വോട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്ററാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ സിം ഇജക്ടർ ടൂളാണ്, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. പിന്നെ കൊള്ളാം, ഫോണുള്ള ഇത് നമുക്ക് ഇളക്കി കളയാം. 6.8 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്, 120 Hz. അത് 1080p × 240/16 പിക്സലാണ്. കുഴപ്പമില്ല. പിന്നെ ഒരു TP കേസ് വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി. പുറകിൽ ക്യാമറയും 3 ക്യാമറ സെറ്റപ്പ്, ഫ്ലാഷ്, പിന്നെ അതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ, പിന്നെ പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒരു കീ, പിന്നെ സ്പീക്കേഴ്സ്, നമ്മുടെ USB-C ടൈപ്പ് ചാർജിങ് സ്പോട്ട്, അതുപോലെ തന്നെ ഒരു മൈക്കിൻ്റെ ഒക്കെ സംഭവങ്ങൾ ഏറ്റവും ചോട്ടിൽ വരുന്നുണ്ട്. മുകളിലായിട്ട് 3.5 mm ഓഡിയോ ജാക്കും, അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംഭവങ്ങളൊക്കെയാണ്. ഈ സൈഡിലാണ് സിം ഇടേണ്ടത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്തൊരു നല്ലൊരു ഡിസൈനും കാര്യങ്ങളാണ്. ഏകദേശം 225 ഗ്രാം വെയിറ്റ് ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളാണ്. വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈൻ എന്നൊക്കെയാണ് പറയുന്നത്. സംഭവം എനിക്കതിൽ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഓണാക്കി നോക്കാം. സംഭവം ആൻഡ്രോയിഡ് 11 ആണ്. അപ്പോൾ ഞാനിത് അപ്ഗ്രേഡ് ചെയ്ത്, കുറച്ചാൾ ഉപയോഗിച്ചായിരുന്നു, എന്നിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ 12 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ആണ്. പിന്നെ ചിപ്സെറ്റ് പറഞ്ഞ പോലെ Qualcomm Snapdragonൻ്റെ 732G, അതുപോലെ Adreno GPU ആണ് 618 എന്ന് പറയുന്നത്. ഇതിനകത്ത് മൈക്രോ SD കാർഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ബ്ലൂടൂത്ത് 5.0, NFC, FM, USB Type-C 2.0 ചാർജ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6GB RAM, 128GB വേരിയൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഈ മോട്ടോ മോഡെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇത്. ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ടാണ് ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തിടാൻ പറ്റും. പിന്നെ നമുക്കിൻ്റെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഫിംഗർ പ്രിൻ്റ് പെട്ടെന്ന് തന്നെ വർക്കാവുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലും അതുപോലെ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ വർക്കാവുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ക് ക്യാമറ വേണം, ഫ്രണ്ട് ക്യാമറ, അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റും. പിന്നെ അത് പറയാനായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ ഫ്ലാഷ് ഓൺ ആവും, ഒന്നുകൂടെ ഷെയ്ക്ക് ചെയ്താൽ ഫ്ലാഷ് ഓഫ് ആവും. പിന്നെ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എടുത്ത് കമത്തി കഴിഞ്ഞാൽ എല്ലാ ഫോണിലും ഉള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ DNT മോഡും നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. പിന്നെ ക്യാമറ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിളും 2 MB ഒരു ഡെപ്ത് ക്യാമറയാണ്. നമുക്ക് 4K സപ്പോർട്ട് ചെയ്യും 30 FPS. പിന്നെ 120 ഫ്രെയിംസൊക്കെ കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റിയർ ക്യാമറ എടുത്ത ഫോട്ടോ ആണിത്. ഇത് മാക്രോ ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോ. കുഴപ്പമില്ല, ചെറിയൊരു പൂവാണ്, അത് ഇത്ര നന്നായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഏതായാലും വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കാരണം ഞാനിങ്ങനെ വീഡിയോ ഫോട്ടോസ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ പ്രോസസ്സർ നോക്കിയാണ് ഫോൺ മേടിച്ചത്. ഇനി ഗെയിമിംഗ് ഒക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് PUBGയിലാണെങ്കിൽ സ്മൂത്തിൽ നമുക്ക് അത്യാവശ്യം അൾട്ര വരെയൊക്കെ കിട്ടും. സ്മൂത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് HD ഒക്കെ കിട്ടും. സ്മൂത്ത് ഹൈ കിട്ടുമ്പോഴത്തേക്കും കുറച്ച് ചൂടാണ്. ഞാൻ സ്മൂത്ത് നോർമലൊക്കെ സ്മൂത്ത് ഹൈയിലൊക്കെയാണ് കളിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാഗും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം വരുന്നത് മാത്രമേ ഉള്ളൂ, ലാഗിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. അത്യാവശ്യം വലിയ പിന്നെ അത്യാവശ്യം ഡെയിലി യൂസിനൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. ക്യാമറയൊക്കെ ഞാൻ പറഞ്ഞാൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ബൈയിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ ഒക്കെ